ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന്റെ കുറച്ച് സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 3 മെഷീനറീസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നമ്മൾ GK റിവൈസ് ചെയ്യുന്നതോട് കൂടുതൽ റിവൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ചെന്നാർ റിവോൾട്ട്, ചാനാർ ലഹള അതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആദ്യം അത്, പിന്നെ അങ്ങനത്തെ മൂവ്മെന്റ്സ് ആണ് ഇന്നത്തെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ചെന്നാർ റിവോൾട്ട് എന്ന് പറയുന്നത് മിഡ് 19th സെഞ്ചുറിയിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ പഠിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ചെന്നാർ ലഹള നടന്നത് 1859, 1859 ചെന്നാർ റിവോൾട്ട്. ഇതെന്താ വെച്ചാൽ ചെന്നാർ സ്ത്രീകളുടെ എന്താ പറയാ മാറുമറയ്ക്കാനുള്ളൊരു ഇതിനു വേണ്ടിയിട്ട് നടന്നൊരു ലഹളയാണ് ഇത്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ ഇത് ഈ ചെന്നാർ റിവോൾട്ടുമായി സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരാന്ന് വെച്ചാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇവിടെ പഠിക്കാനത് 1859 ജൂലൈ 26 ചെന്നാർ ലഹള നടന്ന വർഷമാണ് എപ്പോഴും ചോദിക്കുക. 1859. ഓക്കെ, ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും. ഓക്കെ, വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുള്ളതാണ് കേട്ടോ. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷമാണ് കേട്ടോ. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമ്മേളനമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ, അതായത് അൺടച്ചബിലിറ്റിക്കെതിരെ ഒക്കെ നടന്ന ആദ്യത്തെ സമരം എന്ന് പറയുന്നതാണ് കേട്ടോ ഏത് വൈക്കം സത്യാഗ്രഹം 1924. ഇതിന്റെ ലീഡർ ആരാന്നും എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോ ഇതിൽ കുറച്ച് ആളുകളുടെ വ്യക്തികളുടെ പേരാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അതായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട സമരം 1924 മാർച്ച് 30 കേട്ടോ. പുലയ, ഈഴവ, നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നടന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇതിലെ മെയിൻ ലീഡേഴ്സ് TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ. TK മാധവൻ, ഓക്കെ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവ മേനോൻ. ഓക്കെ, TK മാധവൻ, K കേളപ്പൻ, ഓക്കെ, KP കേശവ മേനോൻ ഇവരൊക്കെയാണ് കേട്ടോ. EV രാമസ്വാമി നായ്ക്കർ സപ്പോർട്ടഡ് ലേറ്റർ ബൈ ഗാന്ധി ആൻഡ് പെരിയാർ. ഓക്കെ, പിന്നെ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇത്ര കാര്യം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ചന്നാർ ലഹള, അതിന്റെ ഡേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. 1859 കേട്ടോ. ഉത്രാം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ ചന്നാർ ലഹളയുടെ ഇത് പുറപ്പെടുവിപ്പിച്ചത്. ഓക്കെ, ദെൻ വൈക്കം സത്യാഗ്രഹം നമ്മൾ പറഞ്ഞു 1924-25 കാലഘട്ടത്തിൽ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ലീഡർ TK മാധവൻ. അതാണ് കേട്ടോ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. പിന്നെ ബാക്കിയുള്ള ലീഡേഴ്സിന്റെ പേരും പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇതിൽ പെടാത്തത് ആരാന്നൊക്കെ ചോദ്യം വരാം. പിന്നെ ഇയറും വരാറുണ്ട് 1924. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ഇത് നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. ഇത് K കേളപ്പൻ. ഇത് എപ്പോഴും ചോദിക്കാറില്ല പരീക്ഷയ്ക്ക്. K കേളപ്പൻ കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലീഡർ ആരാന്ന് വെച്ചാൽ K കേളപ്പൻ. ഓക്കെ, K കേളപ്പൻ. ഞാൻ പറഞ്ഞില്ലേ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ചോദിച്ചാൽ TK മാധവൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ആണെങ്കിൽ K കേളപ്പൻ. പിന്നെ ഇന്ത്യയിൽ തന്നെ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സമരം നമ്മുടെ വൈക്കം സത്യാഗ്രഹമാണ് 1924. ഓക്കെ, ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാന്ന് ചോദിക്കാറുണ്ട് എപ്പോഴും. K കേളപ്പനാണ് കേട്ടോ. K കേളപ്പൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ ചോദിക്കാറുണ്ട്. അത് AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ 3 പറഞ്ഞു. ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ചെന്നാർ അജിറ്റേഷൻ 1859. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചെന്നാർ ലഹള അതായത് പുറപ്പെടുവിപ്പിച്ച് ഉത്തരവായിട്ട് ഇറക്കിയിട്ടുള്ളത് കേട്ടോ. ചെന്നാർ അജിറ്റേഷൻ സക്സസ് ആയത് ആരാണ് അത് പുറപ്പെടുവിച്ചെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് നമ്മുടെ വൈക്കം സത്യാഗ്രഹം 1924. ഇതില് ഇയർ ആണ് എപ്പോഴും ചോദിക്കാറുണ്ട്. ലീഡർ ആരാന്ന് ചോദിക്കാറുണ്ട്. TK മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ. പിന്നെ ആൾക്കാരുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. പിന്നെ അത് കൂടാതെ TK മാധവൻ കൂടാതെ K കേളപ്പനും ഉണ്ട് കേട്ടോ. CV കുഞ്ഞിരാമൻ, KP കേശവ മേനോൻ. ഈ K കേളപ്പൻ നമുക്ക് കൺഫ്യൂഷൻ വരാൻ കാരണം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് K കേളപ്പൻ തന്നെയാണ്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിലും വൈക്കം സത്യാഗ്രഹത്തിലും വരുന്നുണ്ട് കേട്ടോ. ഇനി വോളണ്ടിയർ ക്യാപ്റ്റൻ ചോദിക്കും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ. അത് AK ഗോപാലനാണ്.
പിന്നെ അടുത്തത് വരുന്നത് പാലിയം സത്യാഗ്രഹം. ഇതൊന്നും അധികം നമുക്ക് പാലിയം സത്യാഗ്രഹം അധികം പരീക്ഷകൾക്ക് കണ്ടിട്ടില്ല. ഇത് നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഒരു സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. പാലിയത്തച്ഛനെയൊക്കെ കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പൊ അവർക്ക് മാത്രമുള്ള ഒരു റോഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെതിരെ SNDPയും CPIയും ഇവരെല്ലാവരും കൂടിയും ചേർന്നിട്ട് ഒരു മൂവ്മെന്റ് നടത്തി. അതാണ് പാലിയം സത്യാഗ്രഹം 1947-48. പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മറ്റേ എന്താ ക്ഷേത്രപ്രവേശന വിളംബരം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ എന്നൊക്കെ പറയൂട്ടാ. അതാണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, അതാണ് നോക്കണം കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രപ്രവേശന വിളംബരം കേട്ടോ. ഇത് 1936 നവംബർ 12, 1936 നവംബർ 12. ഇത് സൈൻ ചെയ്യുന്നത്, ഈ വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ ചിത്രതിരുനാൾ ബാലരാമവർമ്മ. ചിത്രതിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ, ഇയറാണ് ചോദിക്കുക 12th November 1936. 12th November 1936. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് കിങ് ഇഷ്യൂഡ് ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ? ചിത്രതിരുനാൾ ബാലരാമവർമ്മ. ചിത്രതിരുനാൾ ബാലരാമവർമ്മ. സെറ്റ് പരീക്ഷയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇയർ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് 1936. ഓക്കെ, ഇനി നമ്മുടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും അബ്സ്റ്റന്റേഷൻ മൂവ്മെന്റ്. ഈ അബ്സ്റ്റന്റേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിവർത്തന പ്രക്ഷോഭമാണ് കേട്ടോ. അബ്സ്റ്റന്റേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് 1932 കേട്ടോ. 1932. പിന്നെ മലബാർ കലാപം 1921. ഓക്കെ, 1921 മലബാർ കലാപമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുക. ചെന്നാർ അജിറ്റേഷൻ 1859. അത് ഉത്രം തിരുനാൾ ബാലരാമവർമ്മയാണ് നമ്മുടെ ചെന്നാർ റിവോൾട്ടിനെതിരെ, അതായത് മാറിമറിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത്. പിന്നെ ചെന്നാർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം സത്യാഗ്രഹത്തിന്റെ TK മാധവനാണ് ലീഡർ കേട്ടോ. TK മാധവൻ. അതുകൂടാതെ കുഞ്ഞാപ്പി, ബാഹുലേയൻ, പിന്നെ നമ്മുടെ കേളപ്പൻ, ഇവരൊക്കെ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിലുണ്ട്. 1924 അതുള്ളത്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. അതില് നേതാവ് ലീഡർ ആരാന്ന് ചോദിച്ചാൽ കേളപ്പനും വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനുമാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ. പിന്നെ നമ്മുടെ പാലിയം സത്യാഗ്രഹം 1947-48 കാലഘട്ടത്തില്, അത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ളതാണ് പാലിയം സത്യാഗ്രഹം. പിന്നെ നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. 1936 നവംബർ 12. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ചെന്നാർ റിവോൾട്ട്, ക്ലോത്ത് അജിറ്റേഷൻ ബൈ ഒപ്രസ്ഡ് കാസ്റ്റ്, വൈക്കം സത്യാഗ്രഹം, പ്രൊട്ടസ്റ്റ് ഫോർ ടെമ്പിൾ റോഡ് അസസ് ഇൻ ട്രാവൻകൂർ, ഗുരുവായൂർ സത്യാഗ്രഹം 31-32 കേളപ്പൻ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. ഇത് ആരാന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ആരാണ്? ചിത്രതിരുനാൾ മഹാരാജാവാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചത്. ഓക്കെ, ഇത്രയായി. ഓക്കെ, പിന്നെ അബ്സ്റ്റന്റേഷൻ മൂവ്മെന്റ്, നമ്മുടെ നിവർത്തന പ്രക്ഷോഭം 1932 കേട്ടോ. പിന്നെ നമ്മുടെ മലബാർ കലാപം 1921. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് നോക്കാം. ഇതില് പറഞ്ഞിട്ടുണ്ടോ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ കുറച്ച് ഇയേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഉത്തരം അതാണ് കേട്ടോ. PSCക്ക് വന്ന ചോദ്യമാണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2016 വന്നതാണ്. പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാന്ന് ചോദിക്കും. ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലീഡർ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹം 1924. ഓക്കെ, വീണ്ടും അതന്നെ ചോദിച്ചിട്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ലീഡർ ആരാണ് പുറപ്പെടുവിപ്പിച്ചതെന്ന് കേട്ടോ. പിന്നെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? ക്ലെയിംഡ് ദ റൈറ്റ് ടു ട്രാവൽ. അതേ, വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റും നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമാണ് TK മാധവനാണ് കേട്ടോ. പിന്നെ ഈ സവർണര ജാഥയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. പിന്നെ ഫസ്റ്റ് മാസ് സ്ട്രഗിൾ എഗൻസ്റ്റ് അൺടച്ചബിലിറ്റി നമ്മൾ പറഞ്ഞു വൈക്കം സത്യാഗ്രഹം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഡേറ്റുകൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. വൈക്കം സത്യാഗ്രഹം എന്ന 1924 അല്ലെ. പിന്നെ നമ്മൾ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ, അതും കൂടെ ഒന്ന് പറഞ്ഞു തരാം. പിന്നെ ചെന്നാർ എജിറ്റേഷൻ 1859 അറിയാം. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936 നമുക്കറിയാം. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും നോക്കണം അല്ലെ.
അതൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. മലയാളി മെമ്മോറിയൽ വർഷം 1891 കേട്ടോ. മലയാളി മെമ്മോറിയലിന്റെ. ഈഴവ മെമ്മോറിയലിന്റെ 1896. അപ്പൊ ഇതിൽ ഫസ്റ്റ് വരിക എപ്പോഴും ഏതായിരിക്കും? ചെന്നാർ എഡ്യൂക്കേഷൻ 1859 അല്ലെ. സെക്കൻഡ് വരിക ഏതാണ്? സെക്കൻഡ് വരിക മലയാളി മെമ്മോറിയൽ 1891. പിന്നെ ഈഴവ മെമ്മോറിയൽ ഉണ്ട്, ഇനി ഈഴവ മെമ്മോറിയൽ. അതിനുശേഷം വൈക്കം സത്യാഗ്രഹം 1924 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് വരും കേട്ടോ. പിന്നെ ഗാന്ധി വിസിറ്റഡ് 1925 ഗാന്ധിജി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് കേരള സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഓക്കെ, ലീഡർ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹം കേളപ്പൻ. ഓക്കെ, പിന്നെ ഈ ഒരു ചോദ്യം, പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി മാർട്ടിയർ ആരാണെന്ന് ചോദിക്കാറുണ്ട്. A.G. വേലായുധൻ. A.G. വേലായുധൻ. A.G. വേലായുധൻ. ഓക്കെ, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം. പിന്നെ നമുക്ക് വിച്ച് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ ആണ്, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്നും കറക്റ്റ് ആണ് കേട്ടോ. കാരണം സാൾട്ട് ലോ വയലേഷൻ നടത്തിയത് പയ്യന്നൂരിൽ KP കേശവ മേനോനും കോഴിക്കോട് അബ്ദുൾ റഹ്മാനും ആണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഗ്രസ്, ഇതാണ് നിവർത്തന പ്രക്ഷോഭം. എല്ലാ പാർട്ടീസും കൂടി ജോയിന്റ് കേട്ടോ. ഇനി വീണ്ടും നമ്മുടെ ഓർഡർ ടൈം ലൈൻ പറയുന്നുണ്ട്, അപ്പൊ അത് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ചെന്നാർ റിവോൾട്ട് പറഞ്ഞു അല്ലെ. പിന്നെ അതിനുശേഷം വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും പാലിയം സത്യാഗ്രഹത്തിനെ കുറിച്ചും ബ്രീഫായിട്ട് നമ്മൾ പറഞ്ഞു. മലബാർ റിവോൾട്ട്, നിവർത്തന പ്രക്ഷോഭം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ഇത്രയും പറഞ്ഞു. അപ്പൊ ഇത്രയും ഭാഗം ഒരു 5 to 10 മിനിറ്റ്സിൽ ക്ലിയർ ആയി തന്നെ വിചാരിക്കണം. അടുത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു സെക്ഷനിലോടുകൂടി നമുക്ക് GKയുടെ ഒരു 60% വൈൻഡ് അപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു 20 മിനിറ്റ്സ് ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചത് എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യുക. താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്.